ഇനി നമ്മൾ പോവുകയാണെങ്കിൽ ബിജെപി വിശാല സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. പാർട്ടി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ.പി. നദ്ദ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഭാരവാഹികൾ, പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ വരെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാന്, വിശാല നേതൃയോഗമാണ് ചേരുന്നത്. ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്യുന്നു. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേട്ടം കൊയ്ത സംസ്ഥാനമാണ് ബിജെപിയെ സംബന്ധിച്ച്. വലിയ ഒരു തിളക്കമായി ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനുശേഷം വരുന്ന ഒരു യോഗം. എന്തൊക്കെയായിരിക്കാം ഈ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ കാലേക്കൂട്ടി തന്നെ തുടങ്ങുകയാണ് ബിജെപി. അത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരുന്നതിനിടയിലാണ് വലിയൊരു നേട്ടം. അതായത് സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത ഒരു നേട്ടം പല മണ്ഡലങ്ങളിലും രണ്ടാമതെത്തുന്ന ഒരു സാഹചര്യം. തിരുവനന്തപുരം ഉൾപ്പെടെ ഇടത് കോട്ടയായിരുന്ന സ്ഥലങ്ങളിൽ ഒക്കെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാമതെത്താൻ കഴിഞ്ഞു ബിജെപിക്ക്. അതടക്കം വലിയ നേട്ടമായി ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നേരത്തെ തന്നെ ഒരുങ്ങണമെന്ന വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ എത്തി. അദ്ദേഹം ഉച്ചയോടെ, അതായത് 11:40 തിരുവനന്തപുരത്ത് എത്തി. തുടർന്ന് ഒരു പ്രധാനപ്പെട്ട സംഘടനാതല യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം വൈകുന്നേരം 4 മണിക്കാണ് ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ ഈ വിശാല സംസ്ഥാന നേതൃയോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുക. രാവിലെ 10 മണിക്ക് കെ സുരേന്ദ്രൻ, ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരിക്കും ഈ പരിപാടികൾക്ക് തുടക്കമിടുന്നത്. ആ സമയത്തും പിന്നീട് 4 മണിക്ക് ജെ.പി. നദ്ദ പങ്കെടുക്കുന്ന പരിപാടിയിലും ഈ രണ്ട് സമയത്ത് മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് ഗിരിദീപം കൺവെൻഷൻ സെന്ററിലേക്ക് പ്രവേശനമുള്ളൂ. ബാക്കിയെല്ലാം രഹസ്യമായ ചർച്ചകളാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 100 ഇടങ്ങളിലെങ്കിലും വിജയിക്കണം എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി ബിജെപി സംസ്ഥാന വിശാല നേതൃയോഗം സംഘടിപ്പിക്കുന്നത്. അതിന് കൃത്യമായി പാർട്ടിയെ താഴെത്തട്ടിൽ നിന്ന് സജ്ജമാക്കിയെടുക്കുക എന്ന ഒരു കൃത്യമായ ലക്ഷ്യം കൂടിയുണ്ട്. 3500-ലധികം ആളുകൾ ഇന്ന് നടക്കുന്ന ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് കൃത്യമായി പ്രൊഫഷണൽ സഹായത്തോടെ പാർട്ടിക്ക് അപ്പുറത്ത് നിന്ന് ഈ പ്രൊഫഷണൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താഴെത്തട്ടിൽ എവിടെയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത്, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി ചെയ്തെടുക്കേണ്ടത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശാലമായ ചർച്ചകൾ നടക്കും. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്ര നേരത്തെ ബിജെപി അവരുടെ പ്രവർത്തനങ്ങൾ തുടക്കമിടുമ്പോൾ അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തീർക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല എന്ന കാര്യവും ഉറപ്പാണ്. തീർച്ചയായും ഡാൻ കുര്യനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കൊയ്ത നേട്ടം അത് വർദ്ധിപ്പിക്കുക, ഇരട്ടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്ക് മുന്നിലുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ 100 സീറ്റെങ്കിലും പിടിക്കുക എന്നുള്ള ഒരു ആലോചനയിൽ, അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള ആലോചനയാണുള്ളത്. വിശാല നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.